ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് പോവാം. ഒരു കടായിലേക്ക് ഞാൻ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഇത്രയും സ്പൈസസും ജീരകവും ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പിടി വെളുത്തുള്ളി ചതച്ചതും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വലിയ 2 വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഈ ഉള്ളി വേകുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ബീഫ് റോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് ആദ്യം വേവിച്ചതിന് ശേഷമാണ്. അതിൽ ഉപ്പും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ബീഫിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അത് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി ഈ ഉള്ളി നല്ലോണം ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 6 വിസിൽ വരെയാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഇനി ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ബീഫിൽ പൊടികൾ ചേർത്തത് കാരണം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബീഫ് വേവിക്കുന്നതിൽ ഞാൻ കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയുമാണ് ഈ മസാലയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴറ്റി അതിൻ്റെ പച്ചമണക്കം മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ വലിയ നല്ല പഴുത്ത 2 തക്കാളി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നല്ലോണം വെന്ത് ഉടയുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഈ തക്കാളി നല്ലോണം വെന്തുടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ തക്കാളി ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നല്ലോണം ഈ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ബീഫ് റോസ്റ്റ്.
ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 സോസുകളും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് കയ്യിൽ ചപ്പിൻ്റെയും പുതിനയുടെയും ഇലയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.